എല്ലാവർക്കും നമസ്കാരം. മകരവിളക്ക് പ്രമാണിച്ച് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്, സാക്ഷി TV ഇന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കുപാറപേട്ട കമ്മിറ്റി ഓഫീസിലാണ്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇടുക്കുപാറപേട്ട കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളെയാണ്. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. ഇവരെല്ലാവരും ആണ് ഇടുക്കുപാറപേട്ട കമ്മിറ്റിയുടെ പിന്നണിയിലുള്ളത്. ഏറ്റവും മുതിർന്ന തലമുറയിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ വരെയുള്ള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നാണ് ഇടുക്കുപാറപേട്ട ഇടുക്കുപാറയിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്യുന്ന ഇവരെല്ലാം ആണ്. നമുക്കപ്പോൾ ഈ അറ്റത്ത് നിന്ന് കുറച്ച് പേരെടുത്ത് ചോദിക്കാം, ഇപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ. ഇവിടെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു പേട്ടയാണ് ഇപ്രാവശ്യവും നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ചുകൂടെ വിപുലകരമായ രീതിയിലുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 3-4 ഫ്ലോട്ടുകളും അതിനനുബന്ധിച്ച് ചെണ്ടമേളകൾ, കെട്ടുകാഴ്ചകൾ, എല്ലാ പരിപാടികളും ഉണ്ട്. ചേട്ടാ, എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്? നമ്മൾ ചടയമംഗലത്തെ സംബന്ധിച്ചോളം നമ്മുടെ ചടയമംഗലത്തിൻ്റെ ദേശീയ ഉത്സവം തന്നെയാണ് ചടയമംഗലത്തെ ഈ മകരവിളക്ക്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ എടുത്ത് പറയുക എന്ന് പറയുമ്പോൾ ജാതി മത വർണ്ണ വർഗ വിവേചനങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും നമ്മൾ സമരാണ്. അപ്പോൾ ഇതൊരു ജാതി മത വ്യത്യാസമില്ല, എല്ലാവരും ഇറങ്ങി പിരിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മൾ ഒരു പ്രത്യേകത, അത്രയ്ക്ക് മതസൗഹാർദ്ദം നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇടുക്കുപാറ എന്ന് പറയുന്നത്. ആ ബേസ് ചെയ്തുള്ള കാര്യങ്ങളും പിന്നെ സമൂഹത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെയ്യാനും അതിനൊരു പിന്നെ ഒരു മതത്തിന്റെയോ ജാതിയുടെയോ ഒരു മതിൽക്കെട്ടുകൾ ഭേദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. അതാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇടുക്കുപാറപേട്ടയ്ക്ക് എന്ന് വെച്ചാൽ നിരവധി കെട്ടുകാഴ്ചകളുണ്ട്, പുണ്യപുരാണ വേഷമുണ്ട്, പിന്നെ കുതിര, അത് മാത്രമല്ല പിന്നെ പേട്ടയാണ്. പല പരമായ രീതിയിലും കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളൊക്കെ തന്നെ നമ്മൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഇടുക്കുപാറപേട്ട മുന്നേറുന്നത്. അതിനുള്ള ശ്രമങ്ങളിൽ ഏറ്റവും നന്ദി പറയേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരുടെയാണ്. അവരുടെ എല്ലാവരുടെയും സജീവമായ സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പേട്ട മുന്നോട്ട് പോകുന്നത്. അവിടെ പിരിവില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും നടക്കത്തില്ല. ഏകദേശം ഒരു 5 ലക്ഷത്തോളം പിരിവ് വേണ്ടി വരും ഈ പേട്ട മുന്നോട്ട് പോകുന്നതിന്. വർഷാവർഷം നടത്തുന്നതാണ്. ഇതൊരു തടസ്സമില്ലാതെ എല്ലാവരുടെയും സഹകരണത്തോടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ഈ അവസരത്തിൽ നന്ദി കൂടെ പറയാൻ നമ്മളിതിൽ ഇതാവണം. നിങ്ങൾക്ക് പ്രത്യേകം നന്ദി നമ്മൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നു. സാക്ഷി TV അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. പല ചാനലുകളും ചടങ്ങത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഒരു രാഷ്ട്രീയ ബേസിൽ നിൽക്കാതെ നിങ്ങളുടെ തനതായ കാര്യങ്ങളിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും സമൂഹത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ഈ ചാനലിലൂടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാവരും ഇതാണ് നമ്മുടെ ഇടുക്കുപാറ ടീം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും. ഇനിയും പല വ്യക്തികളും എത്താനുണ്ട്. ചോദിക്കാം, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നിങ്ങൾ? ഇവരെയൊക്കെ കണ്ടാണ് ഇനി ഭാവിയിൽ നിങ്ങൾ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്? എന്നെ ഇവിടെ അച്ഛനാണ് കൊണ്ടുവന്നത്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവിടെ വന്ന് പിരിവുകളൊക്കെ ഇവരുടെ കൂടെ ചേരാറുണ്ട്. എനിക്ക് ഇവരുടെ കൂടെ ഇങ്ങനെ പിരിവിനും ചേർത്തോ? എനിക്ക് ഇവരുടെ കൂടെ ഈ മകരവിളക്കിനും എല്ലാത്തിനും കൂടെ ചേർന്ന് നടക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ ഇനി വരാനുണ്ട്. ഈ സമയം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യാൻ പോകും. കാര്യങ്ങളെല്ലാം ഫ്ലോട്ടൊക്കെ വരാറുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫ്ലോട്ടേ വന്നിട്ടുള്ളൂ. ഇനി 4 വരാറുണ്ട്. എല്ലാ സെറ്റപ്പാണ്. അടിപൊളിയായിട്ട് ഇവിടെ നമ്മൾ നടത്തും. ഇടുക്കുപാറപേട്ട. എൻ്റെ പേര് ഫസൽ, സഖാ ഫസൽ. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇവർക്ക് ഫ്ലോട്ടുകളുണ്ട്. അതേപോലെ തന്നെ പുണ്യപുരാണ വേഷങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ട്. ചെണ്ടമേളമുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ചെണ്ടമേളമുണ്ട്. അതിനൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇനി ഇവിടെ റെഡി ആവുന്നതായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കിനി വരുന്നത് കാണാം. ഈ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഈ വരുന്ന തലമുറ അത് അവർ ഉൾക്കൊണ്ട് ഇതിൽ നിന്നും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ട്. എനിക്ക് 55 വയസ്സുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ ഈ കുഞ്ഞപ്പ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഭജനപ്പാട്ട് പാടി വളർന്നവനാണ്. അപ്പോൾ ഞാൻ വെളിയിലായിരുന്നു. ഇപ്പം നമ്മൾ ആ ദിവസം അവിടെ എത്തും. അപ്പം നമുക്ക് ആ ഒരു ഐതിഹ്യം ഇതിലുണ്ട്, ജാതി മത ഭേദമന്യേ. അപ്പം നമ്മൾ നാളെ ഇല്ലാതെ വന്നു പോയാലും ജാതി മത ഭേദമന്യേ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന നാളെ കുഞ്ഞുകുട്ടികൾ ഏറ്റെടുത്ത് വൻ വിജയമായിട്ട് ഇതിൽ മുന്നോട്ട് അവർ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അത് സ്വാമിയുടെ നാമത്തിൽ, അയ്യപ്പൻ്റെ നാമത്തിൽ
താങ്ക് യു. അപ്പോൾ കൂടുതലായിട്ട് ഇത് സംസാരിക്കാനായിട്ട് ഇവിടെ ഇനിയും ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മൾ വെറൈറ്റി പരിപാടി നടത്തിയാണ് ഇവിടെ അടിപൊളി വെറൈറ്റി ഫ്ലോട്ടുകളാണ്. നല്ല അടിപൊളി സ്ഥലത്ത് ചെണ്ടമേളം വന്നേക്കുന്നത്. ഒരുപാട് അടുത്തുനിന്ന് ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് എന്തൊക്കെയായിരിക്കും വെറൈറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഭക്തി നിർഭരമായ പേട്ട. ഭക്തിയുണ്ട്, അടിപൊളി ഒരു പേട്ട. വെറൈറ്റി സമാധാനവും മതേതരത്വം പുലർത്തുന്ന നമ്മളെല്ലാം കൂടെ ഒരു പോട്ടെ ചടങ്ങുകൾക്ക് ടാക്സിക്കാരെക്കാളും നല്ല രീതിയിലുള്ള പ്രവർത്തനം പ്രതീക്ഷിക്കാനുണ്ട്. പിന്നെ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഇത് നല്ലൊരു തുകയായി. ഈ തുകയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. ദിവസം ചടയമംഗലത്തെ എല്ലാ പഞ്ചായത്തിലെ എല്ലാവർക്കും നമ്മൾ നന്ദി പറയണം. അടിപൊളിയാക്കി നിങ്ങൾ കണ്ടോണം. അപ്പോൾ നമുക്കിനി ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും എന്ന് പറയണേ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവിടെ ഇടുക്കുപാറ പേട്ട കമ്മിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും, പേട്ട കമ്മിറ്റിയിൽ വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരുമാണ് ഇവിടെ എൻ്റെ ചുറ്റിനും നിൽക്കുന്നത്. ഇവരെല്ലാവരും ചേർന്നിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ചടയമംഗലത്തുകാർക്ക് എന്നും ഓർമ്മിക്കാൻ സാധിക്കുന്ന ഒരു പേട്ട തരുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ ബാക്കി കാര്യങ്ങളും ഫ്ലോട്ടും കാര്യങ്ങളും എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം, നമുക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്നാലും ഞങ്ങൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പം നമ്മൾ താഴേന്ന് പറഞ്ഞതുപോലെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള പേട്ടയും ഫ്ലോട്ടും ഒക്കെയാണ് എല്ലാ കൊല്ലവും ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇവിടെ ഒരേ ഒരു ഫ്ലോട്ട് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിലിപ്പോൾ രുദ്രകാലീശ്വരി എന്ന് പറയുന്നൊരു ഫ്ലോട്ടാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതേപോലെ തന്നെ പുരാണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ആണ് ഈ ഫ്ലോട്ടുകൾ അവതരിപ്പിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും അവതരിക്കുന്നത്. ഇതിപ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്കറിയില്ല, അത് അവർ പറഞ്ഞിട്ടുമില്ല. ഈ വന്നിട്ടുള്ള ഒരെണ്ണം തന്നെ ഇത്രയും ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, കാരണം ഇതിൻ്റെ കൂടെ സൗണ്ടും അതിൻ്റെ മോഷനും ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര എഫക്റ്റ് ആയിരിക്കും രാത്രിയിൽ കാണുമ്പം. അപ്പോൾ നിങ്ങളുടെ ഒരു സർപ്രൈസിങ് ഫാക്ടർ ഞങ്ങൾ കളയുന്നില്ല, ബാക്കിയുള്ളത് ഞങ്ങൾ റിവീൽ ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതുപോലത്തെ കുറേ പേട്ടകൾ നിങ്ങൾക്ക് വൈകുന്നേരം പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇടുക്കുപാറ പേട്ടയുടെ ഒരുക്കങ്ങളിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പുരാണ വേഷങ്ങളിലൊക്കെ വേഷം കെട്ടുന്ന വ്യക്തികളുടെയും കുട്ടികളുടെയും ഒക്കെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. നേരത്തെ നമ്മൾ കവർ ചെയ്തിരുന്നു, ഇടുക്കുപാറ പേട്ടയുടെ കാര്യങ്ങൾ കവർ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ അണിയറ ഒരുക്കങ്ങളിലേക്ക് കവർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും നമ്മുടെ ചടയമംഗലത്തിൻ്റെ സ്വന്തം ചടയമംഗലത്ത് തന്നെ സിൻലാലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് മകരവിളക്കിന് സ്ഥിരം ഒരു സാന്നിധ്യമാണ്. ഇപ്പൊ എന്താണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടെ വേഷങ്ങളൊക്കെ ഉണ്ട് ഈ വർഷം. പിന്നെ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു ഉത്സവമാണല്ലോ. അപ്പോൾ ഈ വർഷം കുറച്ചുകൂടെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കുറച്ചുകൂടെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം കൊറോണ കാലമൊക്കെ മാറി നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ ഈ വർഷം എല്ലാ വർഷത്തെക്കാട്ടിയും കുറച്ചുകൂടെ ആൾക്കാർ കൂടുമെന്ന് തോന്നുന്നു ഈ വർഷത്തേക്ക്. പിന്നെ അത്രയും നല്ല ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഇതല്ലേ നമ്മുടെ ഞാൻ ഇപ്പോൾ ഇവിടെ അല്ലെങ്കിൽ പോലും ചൂണ്ടത്താണെങ്കിൽ പോലും നമ്മളിങ്ങനൊരു ആഘോഷപരമായിട്ട് നമ്മൾ വരണമല്ലോ, അതിൽ പങ്കെടുക്കണമല്ലോ. അതൊരു എക്സൈറ്റ്മെന്റ് ആണല്ലേ എപ്പോഴും. പിന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ അല്ലേ, നമ്മുടെ പഴയ ആ കാലഘട്ടവും അതൊക്കെ അതിലേക്ക് വരുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇവിടെ കിടന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു നാട്ടിലൊരു ഉത്സവം വരുമ്പോഴത്തേക്ക് നമ്മൾ വരണമല്ലോ, വന്നതിൽ പങ്കെടുക്കണമല്ലോ, അതിൽ വലിയ കാര്യമല്ലേ. തീർച്ചയായിട്ടും. ഇപ്പോഴും എങ്ങനത്തെ രീതിയിലുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോഴും പുരാണ വേഷങ്ങളിലൊക്കെ മേക്കപ്പ് ചെയ്യുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യാൻ നോക്കുന്നത്. പുരാണ പുരുഷ വേഷങ്ങളാണ് ഇവിടെ. മറ്റ് മേക്കപ്പുകളല്ലല്ലോ. ഇപ്പം നമ്മുടെ ബ്രൈഡൽ മേക്കപ്പ് അല്ലെങ്കിൽ മറ്റ് മേക്കപ്പിൽ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ പുരാണ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. പഴയ ഒരു കാലഘട്ടം പണ്ട് ഈ സിനിമയിലെ കണ്ടിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. പുരാണ പുരുഷ വേഷങ്ങൾ ചെയ്യുകയാണ്. അതാണ് എൻ്റെ രീതി. അതിൻ്റെ കോസ്റ്റ്യൂം അതാണ്, ഹെയർ സ്റ്റൈൽ അതായിരിക്കും. പിന്നെ ആ ഒരു ഫേസ് എല്ലാം ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. പിന്നെ അതുമാത്രമല്ല, അതിന് ആപ്റ്റായ ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു നേരത്തെ തന്നെ. അതിന് ഏകദേശം അതേപോലെ ഒരു ലൈക്ക്നെസ് ഉള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതേപോലെ ഒരു നല്ല വേഷങ്ങൾ കിട്ടാനുള്ളൊരു ആണ് നമ്മൾ നോക്കുന്നത്. മാക്സിമം കളർഫുൾ ആക്കുക എന്നുള്ളതാണ്. അടിച്ചു പൊളിക്കുക. അതായിട്ട് അപ്പൊ എന്തൊക്കെയാണ്, ഏത് വേഷമാണ് ഇപ്പൊ കെട്ടിയേക്കുന്നത്? ഞാൻ ബാബർ സ്വാമി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത 22 വർഷം മേടെ പേട്ടിൽ ബാബർ സ്വാമി ആയിരുന്നു.
22 വർഷം തുടർച്ചയായിട്ട് കേട്ടോ തുടങ്ങാതെ വന്നതാണ്. ഇപ്പോൾ 2 വർഷം കൊണ്ടില്ല, കൊറോണയ്ക്ക് അതിന് ശേഷം അതില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ നിന്നില്ല, കാരണം കമ്മിറ്റിക്കാർ നമ്മളുമായിട്ട് യോജിച്ച് പോകില്ല. ഇപ്പോൾ ഇടുക്കോറ ഈ 2 സ്ഥലമാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അവിടെ അതിൻ്റെ സാമ്രാജ്യം എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഈ വേഷത്തിൽ വരണം. അത് ഞാൻ സന്തോഷമായിട്ട് സ്വീകരിച്ചു. സന്തോഷം അടിപൊളിയായിട്ട് നമ്മൾ നടത്തുകയും ചെയ്യും. 22 വർഷമായിട്ട് 22 വർഷം മേലെ ടാക്സി പേട്ടയിൽ ബാബറായിരുന്നു ഞാൻ. ഈ ഒരു വേഷത്തിനോട് ആ ഒരു സ്നേഹം ഉണ്ട്. ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, മരണം വരെ ഉണ്ട്. അടുത്ത വർഷം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. മരണം അല്ല ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിരിക്കും തീർച്ചയായിട്ടും. ഈ വേഷം തന്നെ ബാബർ സ്വാമി തന്നെ, വേറെ ഒരു വേഷമില്ല. ആ ഒരു സ്പിരിറ്റ് അതൊരു ഹിസ്റ്ററിയാണ്, ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ് ആയിരിക്കാം. പക്ഷെ അയ്യപ്പനെ കൊണ്ട് പോകുന്ന 22 വയസ്സുണ്ട്. അപ്പൊ ആ ഒരു കാര്യവും ഉണ്ടല്ലോ. അതെ, അപ്പോൾ ഈ അയ്യപ്പനെ കൊണ്ടുപോകേണ്ട ബാബരെക്കുള്ള ജോലിയാണ്. ഓഹോ, ശരി. അയ്യപ്പനോട് ചോദിച്ചില്ല. അയ്യപ്പ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സുഖമാണോ? വേഷം കിട്ടിയിട്ട് എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മള് മകരവിളക്കിന് എല്ലാരും ഞെട്ടിക്കും. ഒറിജിനൽ അയ്യപ്പനായിട്ട് ഞെട്ടിക്കും. അയ്യപ്പന് ഇഷ്ടമാണോ? അയ്യപ്പനും വാവരും ഒക്കെ ഇന്ന് നമുക്ക് പേട്ടയിൽ കാണാം. ഓക്കെ. അപ്പോ ഇന്നിവിടെ അതാ ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്. ഏത് വേഷമാണ്? പാർവതിയായിട്ടാണ് വേഷം കിട്ടുന്നത്. ഇതിന് മുന്നേ കെട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ. പിന്നെ അത് ഇതിന് മുന്നേ ഉള്ള ഒരിക്കൽ ഞാൻ വേഷം കെട്ടിയിട്ടുണ്ട്. ഒരു ചലഞ്ചാണ് ശരിക്കും. അങ്ങനെ അല്ല, ഒരാഗ്രഹം ഞാൻ പറഞ്ഞപ്പോഴേ രാവിലെ പറഞ്ഞ് കെട്ടാൻ പറ്റും. അത് ഏറ്റെടുത്തു. നല്ല സന്തോഷമുള്ളൂ. ശരി, നമുക്ക് പേട്ടയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ബിഹൈൻഡ് ദ സീൻസ്. അതായത് നമ്മൾ കണ്ടിരിക്കുന്ന പേട്ടയ്ക്ക് ഇത്ര കളർഫുൾ ആയിട്ടുള്ള കാര്യത്തിന് ഇങ്ങനൊരു വശം കൂടി ഉണ്ട്. കാരണം ഇത്രയും പേര് ഇത്ര മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഉത്സവം ഉണ്ടാക്കി എടുക്കുന്നത്, അതിനെ ഇത്രയധികം എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് വലിയൊരു ചലഞ്ചാണ് ഇതിൻ്റെ ആൾക്കാരുടെ മുമ്പിലായാലും ചുറ്റിനുള്ള ആൾക്കാരുടെ മുമ്പിലായാലും. സോ നമുക്കിനി സാക്ഷി ടി വിയിലൂടെ നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പേട്ടയിൽ എല്ലാ വേഷങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് അർജുൻ സൈനിങ് ഓഫ്. താങ്ക് യു.